അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാനിയായ വീരേന്ദർ സിംഗ് ബൈസോയെ ദുബായിൽ നിന്നും ഭാരതത്തിലെത്തിച്ചു. 13,000 കോടിയുടെ മയക്കുമരുന്ന് കേസിൽ ബൈസോയ്ക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ലഹരിക്കടത്തുകാരെ വെറുതെ വിടില്ല എന്നുള്ള വാർത്ത പങ്കുവെച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് എക്സിൽ ഇക്കാര്യം അറിയിച്ചത്. ദുബായിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇയാളെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത്. ദുബായിൽ അറസ്റ്റിലായ വീരേന്ദർ ബസോയെ കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്താണ് രാജ്യത്തെത്തിച്ചത്. ഡൽഹി പോലീസ് 13,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയ കേസിലെ പ്രധാന പ്രതിയായ സന്ദീപ് ദുനിയയുടെ അടുത്തയാളാണ് വീരേന്ദർ ബസോയ. സന്ദീപും ദുബായിലാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇയാൾ പാകിസ്ഥാനിലേക്ക് കടന്നതാണ് വിവരം. വിദേശ രാജ്യങ്ങളിലിരുന്ന മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തുന്നവരെ കണ്ടെത്തി അവരുടെ ശൃംഖല തകർക്കുന്നതിന് നിർദ്ദയമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. വീരേന്ദ്ര ബസോയെ ഭാരതത്തിലെത്തിച്ച വിവരം പങ്കുവെച്ചുകൊണ്ടുള്ള എക്സ് പോസ്റ്റിലാണ് അമിത്ഷാ ഇക്കാര്യം അറിയിച്ചത്. മയക്കുമരുന്നിനെതിരെ സന്ധിയില്ലെന്ന നയത്തിൽ പുതിയ നാഴികക്കല്ല് സൃഷ്ടിച്ച് അടിമുടി പിന്തുടർന്നുകൊണ്ട് കുറ്റവാളിയെ കണ്ടെത്തിയതിലൂടെ മയക്കുമരുന്ന് കടത്തുന്നവർ എവിടെ ഒളിച്ചാലും നിയമത്തിന്റെ നീണ്ട കൈയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ലെന്ന് നമ്മുടെ ഏജൻസികൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്ന് അമിത്ഷാ എക്സ് പോസ്റ്റിൽ കുറിച്ചു. ജനം, ഡൽഹി.